നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പണിമുടക്ക് അങ്ങനെ തകൃതിയായി നടക്കുകയാണ്. ഏറെ നാളത്തിന് ശേഷം വന്ന പണിമുടക്ക് മലയാളികൾ അങ്ങനെ ആഘോഷിക്കുകയാണ്. വീട്ടിൽ എല്ലാവരും ഒപ്പം ഇരുന്നും ഭക്ഷണം കഴിച്ചും ഒക്കെ തന്നെ ഒരു വിഭാഗം ആഘോഷിക്കുമ്പോൾ മറുവിഭാഗം പണിയെടുത്താണ് പണിമുടക്കിനെ നേരിടുന്നത്. എന്തായാലും പണിമുടക്കുമായി ബന്ധപ്പെട്ട് കണ്ണൂർ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ നെടുങ്ങോം GHSSൽ സംഘർഷം. ജോലിക്കെത്തിയ അധ്യാപകരുടെ വാഹനങ്ങളുടെ ടയറിന്റെ കാറ്റ് സമരാനുകൂലികൾ അഴിച്ചുവിട്ടു. KPSTA അതുപോലെ തന്നെ HSTA യൂണിയനുകളിൽപ്പെട്ട 15 അധ്യാപകരാണ് ഹാജരായത്. പുറത്തുനിന്നെത്തിയ സമരാനുകൂലികൾ സ്കൂളിൽ കയറി ബഹളമുണ്ടാക്കി. ഇതിനിടെയാണ് കാർ ഉൾപ്പെടെ 7 വാഹനങ്ങളുടെ കാറ്റ് അഴിച്ചുവിട്ടത്. സംഘർഷത്തെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. അധ്യാപകർ ഇപ്പോഴും സ്കൂളിൽ തന്നെ തുടരുകയാണ്. കുട്ടികളില്ലാത്തതിനാൽ ക്ലാസ് നടക്കുന്നില്ല. അതേസമയം കാസർഗോഡ് വെള്ളരിക്കുണ്ട് പരപ്പ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപകരെ സമരാനുകൂലികൾ പൂട്ടിയിട്ടു. രാവിലെ 10 മണിയോടെ സംഘടിച്ചെത്തിയ ഇടത് നേതാക്കളാണ് അധ്യാപിക CGA ഓഫീസിൽ പൂട്ടിയിട്ടത്. പ്രധാന അധ്യാപികയുടെ ചുമതല വഹിക്കുന്ന അധ്യാപിക പ്രഭാവതിയുമായി സമരാനുകൂലികൾ വാക്കേറ്റം നടത്തി. പോലീസ് എത്തിയാണ് വാതിൽ തുറന്നത്. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകുമെന്ന് അധ്യാപിക അറിയിച്ചിട്ടുണ്ട്. അതേസമയം തൊഴിലാളി യൂണിയനുകൾ രാജ്യവ്യാപകമായി ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ സംസ്ഥാനത്ത് ആക്രമണങ്ങളും ഭീഷണിയും. പത്തനാപുരത്ത് ഔഷധിയുടെ മരുന്ന് വിതരണ കേന്ദ്രം പൂട്ടിച്ചു. മാത്രവുമല്ല, ഈ ആശുപത്രിയിലേക്ക് മരുന്നുകൾ എത്തിക്കുന്ന പത്തനാപുരത്തെ ഔഷധി സബ് സെന്ററിലാണ് സമരാനുകൂലികൾ എത്തി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തിയത്. ആശുപത്രിയിലേക്കുള്ള മരുന്നുകൾ വിതരണം ചെയ്യുന്നതിനുള്ള ഗോഡൌൺ ആണെന്നും ഇത് ആവശ്യ സർവീസിൽ പെടുന്നതാണെന്നും പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്നുമാണ് ഔഷധിയിലെ ജീവനക്കാരൻ പറയുന്നത്. ഇതെല്ലാം തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തവുമാണ്. ഭീഷണി മുഴക്കിയ സമരാനുകൂലികൾ ജീവനക്കാരനെ ബലമായി പിടിച്ച് പുറത്തിറക്കി. മാത്രവുമല്ല, കൊല്ലത്ത് KSRTC കണ്ടക്ടറിനെ മർദ്ദിച്ചതായും പരാതിയുണ്ട്. ലോറി തടഞ്ഞ് ഡ്രൈവറെ കയ്യേറ്റം ചെയ്യാനും ശ്രമമുണ്ടായി. പോസ്റ്റ് ഓഫീസ് ജീവനക്കാരന് നേരെ കയ്യേറ്റ ശ്രമവും അസഭ്യവർഷവും ഉണ്ടായി. കോഴിക്കോട് മുക്കത്ത് മീൻകടയിലെത്തി സമരാനുകൂലികൾ ഭീഷണി മുഴക്കി. കടയടച്ചില്ല എങ്കിൽ മണ്ണെണ്ണ ഒഴിക്കുമെന്നും കത്തിക്കുമെന്നും ഭീഷണിപ്പെടുത്തി. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും CITU സംസ്ഥാന കമ്മിറ്റി അംഗവുമായ T വിശ്വനാഥനാണ് ഭീഷണി മുഴക്കിയത്. പോലീസ് നോക്കി നിൽക്കെ തുറന്നു പ്രവർത്തിച്ച മാളും സമരാനുകൂലികൾ അടപ്പിച്ചു. കോഴിക്കോട് KSRTC സ്റ്റാൻഡിലുള്ള ഭക്ഷണശാലകളും അടപ്പിച്ചു. ബംഗളൂരിൽ നിന്നടക്കം വന്ന ദീർഘദൂര ബസ്സുകളും തടയുന്ന സ്ഥിതി ഉണ്ടായി. കാട്ടാക്കടയിൽ കണ്ടക്ടറെ സമരാനുകൂലികൾ മർദ്ദിച്ചതായി പരാതിയുണ്ട്. നെയ്യാറ്റിങ്കര ഡിപ്പോയിലെ കണ്ടക്ടർ ഷിബുവിനെയാണ് മർദ്ദനമേറ്റത്. വാഹനത്തിൽ ഉണ്ടായിരുന്ന യാത്രക്കാരെയും ഇറക്കിവിട്ടു. ഷിബു കാട്ടക്കട സർക്കാർ ആശുപത്രിയിലെത്തി പ്രാഥമിക ചികിത്സ തേടി. മലപ്പുറം മഞ്ചേരിയിൽ പോലീസും സമരാനുകൂലികളും തമ്മിൽ ഉന്തും തള്ളും ഉണ്ടായി. മഞ്ചേരി സെൻട്രൽ ജംഗ്ഷനിലാണ് സംഭവം. സ്വകാര്യ വാഹന സർവീസ് നടത്തിയത് തടഞ്ഞ സമരക്കാരെ ചോദ്യം ചെയ്തതിനായിരുന്നു പോലീസുകാരെ തള്ളിയത്. എന്തായാലും വലിയ രീതിയിലുള്ള സംഘർഷവും ഭീഷണിയും ഒക്കെ തന്നെ സമരാനുകൂലികൾ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയിൽ സുഖചികിത്സയ്ക്കാണോ അല്ലയോ എന്നറിയില്ല. എന്തായാലും അവിടെയുണ്ട്. ഇവിടെ ഇപ്പോൾ ഇതാ സംഘർഷാവസ്ഥയാണ്. നാളെ SFIയുടെ പഠിപ്പ് മുടക്ക് സമരവും ഒക്കെ തന്നെ ഉണ്ടാകുന്ന സാഹചര്യമുണ്ട്. പഠിപ്പ് മുടക്ക് സമരം ഉണ്ടാകുമ്പോൾ ഈ ഒരു നമ്മുടെ ഒരു കേരളം എന്ന് പറയുന്നത് വീണ്ടും ഒരു പഴയ കാലത്തേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് ഹർത്താൽ കഴിഞ്ഞിട്ട് കേരളത്തിൽ ഒരു ദിവസമില്ലാത്തൊരു സമയം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു എന്നറിയില്ല. ഇന്നിപ്പോൾ ബന്ദ് പൂർണ്ണ വിജയമാകുമ്പോൾ ഇനിയും ഇത്തരത്തിലുള്ള ബന്ധുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ്. നാളെ എന്തായാലും പഠിപ്പ് മുടക്ക് സമരം SFI ആഹ്വാനം ചെയ്തിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ കൂടുതൽ അക്രമാസക്തമാവാനുള്ള സാധ്യതയും കൂടുതലാണ്.